കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. ലെറ്റ്സ് വെൽക്കം ജയലക്ഷ്മി ഫ്രം കൊട്ടാരക്കര. വെൽക്കം ജയലക്ഷ്മി, വെൽക്കം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ എല്ലാവർക്കും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജുകളും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റേജുകൾ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര ഇതായിട്ട് ഭയങ്കര കോൺഫിഡൻസിലാണ് പാടുന്നതും ഇതൊക്കെ. കുട്ടിയെ വെച്ചിട്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ കുറച്ച് വർഷമായിട്ട് പഠിക്കണ്ടോ? സംഗീതം പഠിക്കണ്ടോ? ഇല്ല, സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പഠിച്ചിട്ടില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ആദ്യത്തെ ഒരു പാട്ട് കഴിയുമ്പോൾ ബാക്കി പറയാം അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കുടുംബത്തിനെ മറ്റു കാര്യങ്ങൾ. ശരി. അതാണ് ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരാ? എനിക്ക് സുജാത മേഡത്തിന് ഇഷ്ടമാണ്. കൂടുതൽ ഞാൻ പാടാറുള്ളത് സുജാത മേഡത്തിന്റെ പാട്ട് തന്നെയാണ് പാടാറുള്ളത്. അപ്പൊ വീട്ടിലാരൊക്കെ? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. ഒരാൾ വന്നിട്ടില്ല, ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. അമ്മയുണ്ട്, കുഞ്ഞ് ഇളയവള്. അമ്മയുണ്ട്, വീട്ടിലെ അമ്മയുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ടിലോട്ട് കിടന്നാലോ? അടുത്ത ഏതാ നമുക്ക് വേണ്ടി പാടി തരണേ? ചേക്കയിലടിക്കും മുമ്പേ എന്ന് പറഞ്ഞു.
എനിക്കിവിടെ കുറെ കവേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. കവേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ ശബ്ദവുമാണല്ലോ കേട്ടോ. അടുത്തൊരു പാട്ടും കൂടി നമുക്ക് വേണ്ടിയിട്ട് ഏതാണ്? ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പാട്ടുകാരനാണോ ശരിക്കും? ഹസ്ബൻഡ് നാടൻപാട്ട് ട്രൂപ്പിലൊക്കെ പാടുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡ് നാടൻപാട്ട് കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് സുജിൻ എന്നാണ്. സുജിൻ അദ്ദേഹത്തെയും കൂടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. സുജിൻ പ്ലീസ് കം. വൈഫിന്റെ ടാലന്റ് എന്തായിരുന്നാലും നേരത്തെ അറിയാമായിരുന്നിരിക്കും, പക്ഷെ ഒരിക്കലും നമ്മുടെ ട്രൂപ്പിലോട്ടോ അങ്ങനെയൊന്നും ഇത് ചെയ്ത് വിചാരിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ അങ്ങനെ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമിന് പോകുന്നില്ല. ഇല്ല, ഗസ്റ്റ് വല്ലപ്പോഴും ഒക്കെ പാടാൻ പോകുന്നു, അത്രേ ഉള്ളൂ. പാടുമായിരുന്നു ഇടയ്ക്ക്? നാടൻപാട്ട് പാടാൻ വരും എന്റെ കൂടെ. വരുമായിരുന്നു. അത് ശരി, ഓക്കെ. ഞാനും പ്രൊഫഷണൽ സിംഗർ അല്ല, വല്ലപ്പോഴും പോയി ആഗ്രഹത്തിന് പാടണം, അത്രേ ഉള്ളൂ.